ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽത്ത് സർക്യൂട്ട്. നമ്മൾ നോക്കാൻ പോകുന്ന പുതിയൊരു ബോട്ടിനെ പറ്റിയിട്ടാണ്. ഒരു മീം കോയിൻ ആണ്, അതുകൊണ്ട് തന്നെ എപ്പോഴാണ് ലിസ്റ്റ് ആവുക എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. ജസ്റ്റ് നമ്മൾ ഏതെങ്കിലും ജോയിൻ ചെയ്തിട്ട പോലെ ജോയിൻ ചെയ്യാൻ മാത്രമാണ് ഞാൻ പറയുന്നത്. എക്സ്ട്രാ ആയിട്ട് വലിയ ടൈമുകളോ കാര്യങ്ങളോ ഒന്നും സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് ജോയിൻ ചെയ്യുക, ഡെയിലി ടാസ്കുകളൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് പോവുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അത്യാവശ്യം ടൈം കഴിയുമ്പോഴായിരിക്കും പുറത്തേക്ക് വരിക. അപ്പോൾ നമുക്ക് മെയിൻലി വേണ്ടത് വേറെ ടോക്കൺ തന്നെയാണ്. അതുപോലെ തന്നെ ടോൺ, USDT രണ്ടും ഏൺ ചെയ്യാനുള്ള ഓപ്ഷൻ നിലവിൽ കാണുന്നുണ്ട്. എവിടെ നിന്നാണ് ഇത് കിട്ടുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പ് തന്നെ എല്ലാ ഓപ്ഷൻസും നോക്കാം. ഹോം പേജിൽ വന്നു കഴിഞ്ഞാൽ ബിഗ് ഡേ, സ്പിന്ന്, ഇൻവൈറ്റ് 3 ഓപ്ഷൻസാണ് ഉള്ളത്. ബിഗ് ഡേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി ചെക്കിനാണ്. ഓരോ ദിവസവും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. നിങ്ങൾ ചെക്കിൻ ചെയ്തില്ലെങ്കിൽ അത് മിസ്സായി പോകും. ഞാൻ ഇന്നലെ ചെക്കിൻ ചെയ്യാത്തപ്പോൾ അത് മിസ്സായി പോയി. അതുപോലെ തന്നെ മിനിഞ്ഞാന്ന് ഞാൻ ക്ലെയിം ചെയ്തു, അതുകൊണ്ട് ക്ലെയിംഡ് വരുന്നുണ്ട്. അപ്പോൾ ഓരോ ദിവസവും ജസ്റ്റ് കയറി ക്ലെയിം ചെയ്യുക എന്ന് മാത്രമാണ് ബിഗ് ഡേയിലുള്ളത്. ഓക്കെ, ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പോയിൻ്റ് ഇവിടെ കയറുന്നതാണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സ്പിന്നാണ്. സ്പിന്നിൽ നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ടോൺ ഉണ്ട്, അതുപോലെ തന്നെ USDT ഉണ്ട്. 10 USDT ഉണ്ട്, 1 USDT ഉണ്ട്, ടോൺ ഉണ്ട്, ടിക്കറ്റ്സ് ഉണ്ട്. ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്പിൻ ചെയ്യാനുള്ള ടിക്കറ്റാണ്. വീണ്ടും ഈ സ്പിന്നിങ് വീൽ സ്പിൻ ചെയ്യാനുള്ള ടിക്കറ്റാണ്. പിന്നുള്ള ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ വീണ്ടും രണ്ടാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ളത് ഹോമിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇൻവൈറ്റ് ആണ്. ഇൻവൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഓരോ ഫ്രണ്ട്സിന് ഇൻവൈറ്റ് ചെയ്യുമ്പോഴും ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് 5% PH കിട്ടും. ഫ്രണ്ട്സ് എത്രയാണോ ഏൺ ചെയ്യുന്നത് അതിൻ്റെ 5% നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അത് ചെയ്യാം. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ സ്പിന്നാണ്. നമ്മൾ ഓൾറെഡി അത് നോക്കിക്കഴിഞ്ഞു. മൂന്നാമത്തെ ഓപ്ഷൻ ടാപ്പാണ്. ടാപ്പിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ടാപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ജസ്റ്റ് എല്ലാ ടാപ്പിംഗ് ബോർഡിലും ചെയ്യുന്ന പോലെ തന്നെ ടാപ്പ് ചെയ്ത് ഒരു ദിവസം 1500 നമുക്ക് എടുക്കാൻ പറ്റും. ഇത് നമുക്ക് ബൂസ്റ്റ് ചെയ്തിട്ട് ലിമിറ്റും കാര്യങ്ങളൊക്കെ കൂട്ടാം. നമുക്കിവിടെ ബൂസ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ എനർജി ഒരു ദിവസം 6 പ്രാവശ്യം എടുക്കാൻ പറ്റും. അപ്പോൾ എനർജി കഴിഞ്ഞ് കഴിഞ്ഞാലും 6 പ്രാവശ്യം റീഫിൽ ചെയ്യാം. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ് ആണ്. ഈ ക്വസ്റ്റിൽ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പോയിന്റ്സ് ഏൺ ചെയ്യാൻ പറ്റുന്നത്. 10 പ്രാവശ്യം നമുക്ക് ചൂസ് ചെയ്യാം. നിങ്ങൾ OKXന്റെ റേസർ എന്ന് പറയുന്ന ബോട്ടിൽ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഈ ബിറ്റ് കോയിൻ്റെ പ്രൈസ് പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ടോക്കൺസ് എടുക്കാൻ പറ്റുമായിരുന്നു. നമുക്ക് ഈ ഒരു ബോട്ടിലും സെയിം കാര്യം തന്നെയാണ് കാണാൻ പറ്റുന്നത്. അത്യാവശ്യം അത് തന്നെ റെപ്ലിക്കേറ്റ് ചെയ്ത് വെച്ച പോലെ തന്നെ ഉണ്ട്. ഇവിടെ നമുക്ക് 3 ഡൂം അങ്ങനെ 2 ഓപ്ഷനാണ് ഉള്ളത്. എന്ന് വെച്ചാൽ 3 എന്ന് പറഞ്ഞാൽ പ്രൈസ് മേലേക്ക് പോകും. എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ നോക്കുന്ന പെപ്പെ എന്ന് പറയുന്ന മീം കോയിനാണ്, ഓൾറെഡി ലിസ്റ്റഡ് ആയിട്ടുള്ള ടോക്കണാണ്. പെപ്പയുടെ പ്രൈസ് നമ്മൾ 3 കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാണ് അടുത്ത ഒരു 10 സെക്കൻഡിൽ പെപ്പേൻ്റെ പ്രൈസ് മേലേക്ക് പോകും, അതായത് കൂടും. ഇനി ഡൂമാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ അടുത്തൊരു 5 സെക്കൻഡിൽ പെപ്പെ താഴേക്ക് വരും എന്നുള്ളതാണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ എക്സ്ചേഞ്ചിൽ നോക്കി ഡൂം 3 കൊടുക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് വിൻ ചെയ്യാൻ പറ്റും. ഈസി ആയിട്ട് തന്നെ നല്ല രീതിക്ക് ടോക്കൺസും ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അവസാനത്തെ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ടാസ്കുകളാണ്. ഒരുപാട് ടാസ്കുകൾ നിങ്ങൾക്ക് കാണാം. അതെല്ലാം നിങ്ങൾക്ക് PH ടോക്കൺസ് ഇഷ്ടം പോലെ ഏൺ ചെയ്യാൻ പറ്റും. ഇത് ഡെയിലി ടാസ്കുകളാണ്. ഡെയിലി ഇവിടെ റീട്വീറ്റ് ചെയ്യാനും റിയാക്ട് ചെയ്യാനൊക്കെ വരും. ജസ്റ്റ് അതൊക്കെ ചെയ്ത് പോവുക. ടാസ്ക് ലിസ്റ്റിൽ കുറേ ടാസ്കുകൾ കാണാം. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക, അതുപോലെ തന്നെ സീലി കംപ്ലീറ്റ് ചെയ്യുക. അതൊക്കെ ജസ്റ്റ് ചെയ്ത് പോവുക. എല്ലാം സിമ്പിളാണ്. പിന്നെ പാർട്ണറാണുള്ളത്. ഇവരുടെ കുറേ പാർട്ട്നേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ജമ്പ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ ചാനലിലേക്കും പോകും. ജസ്റ്റ് ജോയിൻ ചെയ്യേ, അല്ലെങ്കിൽ ആ കോയിലിൽ കളിക്കാൻ പറയുകയാണെങ്കിൽ കളിക്കുകയൊക്കെ ചെയ്യുക. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന കാര്യം, ഇവിടെ വരുന്ന എല്ലാം നിങ്ങൾ വിശ്വസിക്കരുത്. എല്ലാം വർക്കിംഗ് ആണെന്ന് വിചാരിച്ച് കളിക്കാൻ നിൽക്കരുത്. ഇതെല്ലാം ജസ്റ്റ് പ്രൊമോഷൻ മാത്രമാണ്. നിങ്ങൾക്ക് ഇതുകൊണ്ട് എല്ലാത്തിനും വിഡ്രോവൽ കിട്ടുന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് കാണുന്ന എല്ലാത്തിലും കയറി ജോയിൻ ചെയ്ത് നിങ്ങളെ സമയം കളയാതിരിക്കുക. ഇതെല്ലാം ജസ്റ്റ് ഇവിടുത്തെ ടോക്കൺസ് എടുക്കാൻ മാത്രം ചെയ്യുക. വീണ്ടും കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സപ്പോർട്ടർ എന്ന് പറയുന്ന ടാസ്ക് കാണാം. ഇവിടെ നിങ്ങൾക്ക് ഓരോ ചാനൽസും കാര്യങ്ങളൊക്കെ ജോയിൻ ചെയ്യാനൊക്കെയാണ്. അതും യൂഷ്വലായിട്ട് വരുന്ന പോലെ തന്നെ ജസ്റ്റ് ജോയിൻ ചെയ്ത് വിടുക. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് 150 വെച്ച് കിട്ടും. അപ്പോൾ അത് മിസ്സാക്കാതിരിക്കുക. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് പറയാനുള്ളത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ട്സാണ് ബാക്കിയുള്ളത്. അപ്പോൾ ജസ്റ്റ് സ്പിന്നിങ് വീലിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുക. അല്ലാതെ ഡെയിലി വന്ന് ടാപ്പ് ചെയ്യാനും ഫുൾ ടോക്കൺസ് എടുക്കാനൊന്നും ടൈം കളയരുത്. ജസ്റ്റ് ഡെയിലി സ്പിന്നിങ്ങിലൊക്കെ ചെയ്ത് നിങ്ങൾക്ക് അതിന് കിട്ടുന്നതൊക്കെ വിഡ്രോ അടിച്ചെടുക്കാൻ നോക്കുക. അങ്ങനെ മാക്സിമം ഏണിങ്സ് ഉണ്ടാക്കുക. അല്ലാതെ കുറേ ടൈം ഒന്നും ഇതിൽ കളയരുത്. ഒരു ദിവസം 5-6 സെക്കൻഡ് മാത്രം ഈ ഒരു ബോട്ടിൽ കളയാവുള്ളൂ. ഓക്കെ, ബാക്കിയുള്ളത് സിമ്പിൾ ടോക്കൺ, അതുപോലെ തന്നെ നമ്മളുടെ ബ്ലം, ഹോട്ട് വാലിറ്റി, വേവ് വാലിറ്റി ഇതുപോലുള്ള നല്ല നല്ല പ്രൊജക്റ്റിൽ മാത്രം കൊടുക്കുക. ബാക്കിയുള്ളതിലെല്ലാം ചെറിയ ടൈം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക എന്നൊന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താലായിരിക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും കിട്ടുക. അതുപോലെ തന്നെ ഈ ഒരു ബോട്ടിൻ്റെ ഫ്യൂച്ചർ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. എല്ലാ അപ്ഡേറ്റ്സും നമ്മൾ ടെലഗ്രാം ചാനലിലാണ് പോസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. സീ യു സൂൺ. ബൈ.